ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമായ കർത്താവിന് മുഖഭക്ഷമില്ല. അതിൻ്റെ അർത്ഥം മനുഷ്യർക്ക് മുഖഭക്ഷമുണ്ട്. ഇന്ന് നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ എവിടെ നോക്കിയാലും മുഖഭക്ഷത്തോടെയാണ്, ഒരു ഫേവറിറ്റിസം എല്ലായിടവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ സർവശക്തനായ, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, നമ്മുടെ സകല രഹസ്യങ്ങളെയും അറിയുന്ന കർത്താവിന് മുഖഭക്ഷമില്ല. നാം ആരായിരുന്നാലും, നാം എങ്ങനെയുള്ളവരായിരുന്നാലും, നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഭക്തിയോടും ഭയത്തോടും ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മൾ പ്രസാദിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയിലെ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആ സ്വർഗീയമായി ഇതിനെ പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കും. നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 34-35 വചനങ്ങൾ. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി വായിക്കുവാനിടയായിത്തീരുന്നു. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 34 and 35. Then Peter began to speak. I now realize how true it is that God does not show favoritism but accepts from every nation the one who fears him and does what is right. Amen. ഏത് നേഷനിലും, ഏത് ജാതിയിലും, ഏത് രാജ്യത്തിലും, ഏത് പട്ടണത്തിലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരായിക്കോട്ടെ, those who fear God, amen, ആരാണോ ദൈവത്തെ ഭയപ്പെടുന്നത്, പുറമേ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുന്നതിലല്ല, പുറമേയുള്ള ഭക്തിയല്ല, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നു. എപ്പോഴും എല്ലായ്പ്പോഴും ഭക്തിയോടിരിക്കുക എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് വചനം പഠിപ്പിക്കുന്നു. ഇവിടെ those who fears him, യഥാർത്ഥമായി ആരാണോ ദൈവത്തെ ഭയപ്പെടുന്നത്, മാത്രമല്ല what is right, ആരാണോ നീതി പ്രവർത്തിക്കുന്നത്, ശരിയായ പാതയിൽ നടക്കുന്നത്, ശരിയായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, അവരെ കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അംഗീകരിച്ചാൽ മാത്രമേ ഈ ഭൂമിയിലും സ്വർഗരാജ്യത്തിലും നമുക്കൊരു അനുഗ്രഹമുള്ളൂ, നമുക്ക് രക്ഷയുള്ളൂ. ഈ ഭൂമിയിൽ എത്ര മനുഷ്യർ നമ്മെ അംഗീകരിച്ചാലും, എത്ര നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങൾ നമ്മെ നല്ലവളാണ്, കഴിവുള്ളവളാണ്, അവൻ എന്തു പറഞ്ഞ് നമ്മെ അംഗീകരിച്ചാലും, ദൈവം നമ്മെ അംഗീകരിച്ചില്ല എങ്കിൽ നിശ്ചയമായി നാം ചെയ്യുന്ന പ്രവൃത്തികളും സകലതും നിഷ്ഫലമാണ്, സകലതും പാഴാണ്, ശൂന്യമാണ്. നിശ്ചയമായി നാം അതൊന്നും നമ്മെ രക്ഷിക്കുകയില്ല. അപ്പോൾ ദൈവം നമ്മെ അംഗീകരിക്കണമെങ്കിൽ നാം ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിരുന്നാലും, എന്ത് തന്നെയായിരുന്നാലും ദൈവത്തെ ഭയപ്പെടുക. ദൈവം പറയുന്നത് ചെയ്യുക. ദൈവത്തെ ഭയപ്പെടുന്നവൻ നിശ്ചയമായി, സർവശക്തനായ ദൈവത്തെ ഭയപ്പെടുന്നവൻ ആ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി. ആ യേശു കർത്താവിനെ അംഗീകരിക്കണം. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നാം വിശ്വസിക്കുകയും, യേശുവിനെ കർത്താവ് എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് ഹൃദയത്തിൽ രക്ഷകനായി നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആ യേശു കർത്താവിൻ്റെ രക്തം സകല പാപങ്ങളും പോകി, പാപങ്ങളെ കഴുകി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ നാം യേശുവിൻ്റെ രക്തത്താൽ നീതിമാന്മാരായി മാറുന്നു. അതേ തുടർന്ന് നാം മാനസാന്തരപ്പെടുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവർ ഇതൊക്കെ ചെയ്യും. നമ്മുടെ പാപം വഴികളെ വിട്ട് നാം തിരിഞ്ഞ് മനസ്സിനൊരു മാറ്റമുണ്ടാകും, മാനസാന്തരം വരും. ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവ് സ്വീകരിച്ചതുപോലെ ജലത്തിൽ ജലസ്നാനം സ്വീകരിക്കും. അതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. അത് കഴിഞ്ഞ് അവൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി കാത്തിരുന്നത് പ്രാപിക്കും. അപ്പോസ്തലിക ഉപദേശത്തിൽ നിലനിൽക്കും, വചനം വായിക്കും, വചനം പഠിക്കും, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും. കൂട്ടായ്മ ആചരിക്കും. ഹല്ലേലൂയ. ഈ ഉപദേശങ്ങളെയൊക്കെ കൈക്കൊണ്ട് ഓരോ നാളും വചനം വായിച്ച് ആരാണോ
ആരാണോ നീതി പ്രവർത്തിക്കുന്നത്, അവരുടെ പ്രവൃത്തികളെ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്, അവരെയാണ് ദൈവമായ കർത്താവ് അംഗീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ അംഗീകാരം ചിലപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് അത് ദൈവം അംഗീകരിച്ചു എന്ന് തെളിവ് കാണില്ലായിരിക്കാം. പക്ഷേ സ്വർഗരാജ്യത്തിൽ നിശ്ചയമായി കാണുവാൻ കഴിയും. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അടുത്തു വരുവീൻ, നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, യജമാനൻ്റെ അമേൻ സന്തോഷത്തിൽ അവൻ പ്രവേശിക്കുക എന്നൊക്കെ പറയുമ്പോൾ അന്നാണ് നാം ആ ശബ്ദം കേൾക്കുന്നത്. അന്ന് സകലരുടെ മുൻപാകെ ദൈവം നമ്മെക്കുറിച്ച് പറയും. ആയതിനാൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഇപ്പോഴാ പത്രോസ് അത് ഗ്രഹിക്കുന്നത്. എപ്പോഴാ അമേൻ കൊർന്നല്യോസ് എന്ന ശതാധിപൻ, അവൻ ഭക്തനായിരുന്നു. അമേൻ സ്തോത്രം. അപ്പോസ്തലർ 10-ാം അധ്യായം അതിൻ്റെ 1-ാം വചനത്തിൽ നമുക്ക് വായിക്കുവാനിടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. എ സെഞ്ചൂറിയൻ ഇൻ വാട്ട് വാസ് നോൺ ആസ് ദ ഇറ്റാലിയൻ റെജിമെന്റ്, he and all his family were devout and God-fearing. He gave generously to those in need and prayed to God regularly. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തനായിരുന്നു. തൻ്റെ സകല ഗൃഹത്തോടുകൂടെ കുടുംബത്തോട്, എൻ്റെ കുടുംബം മുഴുവനും ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. ആമേൻ സ്തോത്രം. മാത്രമല്ല ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആ മനുഷ്യൻ്റെ അടുക്കൽ ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. അവൻ ചെയ്യേണ്ടുന്ന കാര്യം ആമേൻ തന്നോട് പറയുന്നു, നീ പത്രോസിനെ ആളയച്ച് വിളിക്കുക എന്ന് പറയുന്നു. അതുപോലെ ആ മനുഷ്യൻ അനുസരിക്കുന്നു. പത്രോസിനെ വിളിച്ചു, തൻ്റെ വീട്ടിൽ വരുന്നു. അപ്പോഴാ പത്രോസിനോട് കൊർന്നല്യോസ് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 10:32 ഹല്ലേലൂയ. ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കുക. അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായി ശീമോൻ്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിൻ്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു. അപ്പോഴും അയാൾ ദൈവഭയത്തോടെയാണ് സംസാരിക്കുന്നത്. നിന്നെ കാണുവാനും നിൻ്റെ വാക്ക് കേൾക്കുവാനുമല്ല. കർത്താവ് നിന്നോട് എന്നെക്കുറിച്ച് പലതും അരുളി ചെയ്തിട്ടുണ്ട്. അവൻ നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു. അപ്പോൾ ആ മനുഷ്യന് എപ്പോഴും ഒരു ഉറപ്പുണ്ടായിരുന്നു. എപ്പോഴും ദൈവം എപ്പോഴും കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നാം എവിടെയായിരുന്നാലും നാം എന്ത് ചെയ്താലും എപ്പോഴും ദൈവം നമ്മെ കാണുന്നുണ്ട്. ദൈവം നമ്മുടെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ മുൻപാകെ ഞങ്ങൾ കൂടിയിരിക്കുന്നു. അതിനുശേഷം ആ പത്രോസ് പറയുന്നത്, അവൻ ഇപ്പോഴാ ഞാൻ ഒരു കാര്യം ഗ്രഹിക്കുന്നത്, യഥാർത്ഥമായി ഗ്രഹിക്കുന്നത്. എന്താ? ദൈവത്തിനൊരു മുഖപക്ഷവുമില്ല. മാത്രമല്ല ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നതിനെ ദൈവം അംഗീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും അയ്യോ എൻ്റെ സ്വന്തം കുടുംബം എന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ അപ്പനും അമ്മയും എന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ സഹോദരങ്ങൾ എന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ ഭവനം എന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ കൂടെയുള്ളവർ എന്നെ അംഗീകരിക്കുന്നില്ല, അവൻ എന്നെ കാണുന്നവരൊക്കെയും എന്നോട് കൂടെയുള്ളവരൊക്കെയും അവൻ ആരും എന്നെ അംഗീകരിക്കുന്നില്ല എന്നോർത്ത് ഭാരപ്പെടരുതേ. ആമേൻ. ഏത് സാഹചര്യത്തിലും ദൈവഭയത്തോടെ ജീവിക്കുക, ഭക്തിയോടെ ജീവിക്കുക. കൊർന്നല്യോസിനെ പോലെ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക, നീതി പ്രവർത്തികൾ ചെയ്യുക. ആമേൻ. യേശുവിൻ്റെ കൽപ്പനകളെ നാം ദൈവഭയത്തോടെ അനുസരിക്കുക. ആമേൻ. കർത്താവ് നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അംഗീകരിക്കും. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനപ്രകാരം ഞങ്ങളെ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. കർത്താവേ യേശുവേ, ഹല്ലേലൂയ. ഓരോ നാളും അങ്ങേ ഭയപ്പെട്ട് കർത്താവ് ഭക്തിയോടും ഭയത്തോടും യേശുവേ സ്തോത്രം പ്രാർത്ഥനയോടും കർത്താവ് വിശുദ്ധ ജീവിതം ചെയ്ത് നീതി പ്രവർത്തികൾ ചെയ്ത് അങ്ങയുടെ കൽപ്പനകളനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ദൈവം സഹായിക്കണമെന്നതിനായി ഞങ്ങളെ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾ അംഗീകരിക്കുന്ന ദൈവമാണ് കർത്താവ്. അങ്ങേക്ക് മുഖപക്ഷമില്ല. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കണമേ. എല്ലാവരും യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.